ശരി, അപ്പോൾ ഇനി SIR-മായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. അത് കേരളത്തിൽ നിന്ന് BLO-മാരുടെ സമ്മർദ്ദവും BLO-യുടെ ആത്മഹത്യയും ഒക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ BLO-മാർ അനുഭവിക്കുന്ന സമ്മർദ്ദം, അത് UP പോലെയുള്ള, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അത്തരം വാർത്തകൾ വന്നിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SIR നടപടികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. വെള്ളിയാഴ്ച TMC-യുടെ 10 MP-മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. ജനങ്ങളുടെ ആശങ്കകൾ അറിയിക്കണമെന്നും TMC അറിയിച്ചു. SIR-നെതിരായ കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, SIR-മായി ബന്ധപ്പെട്ട ആശങ്കകൾ അത് രാജ്യത്തുടനീളമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ രംഗത്ത് വരുന്നുമുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനൊരുങ്ങുന്നത്. അതിനു പുറമെ ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഏത് സമയത്തായിരിക്കും ഈ കേസുകൾ പരിഗണിക്കുക? അജിൽസി, സുപ്രീം കോടതി കേസുകൾ ഇന്ന് രാവിലെ തന്നെ പരിഗണിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. 10 MP-മാരായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെള്ളിയാഴ്ച സന്ദർശിക്കുകയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം SIR-മായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 12 സംസ്ഥാനങ്ങളിൽ SIR പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നത് ബംഗാളിലാണ്. ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. അവർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനുശേഷം BLO-മാരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം കൊൽക്കത്തയിൽ നടക്കുന്നു. അത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിന് ബീഹാർ, ബംഗാൾ ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കൊണ്ടുകൊണ്ട് ഈ വിഷയത്തിലെ ആശങ്കകൾ അറിയിക്കാനായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ 10 MP-മാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഡെറിക് ഒബ്രിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു MP-മാരുടെ സംഘമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുക. MP-മാർക്ക് കാണാനുള്ള അനുവാദം ഇപ്പോൾ കമ്മീഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആശങ്കകൾ കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ SIR-ന്റെ ഫോം വിതരണം ബംഗാളിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആ ഫോം സ്വീകരിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ എന്താണ് ഇനിയിപ്പോൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നുകൂടി കമ്മീഷൻ അറിയിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കൊണ്ടുകൊണ്ട് ഈ ആശങ്കകൾ അറിയിക്കാനായിട്ട് ഇപ്പോൾ TMC തയ്യാറായിരിക്കുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.